അപ്പോൾ കണ്ടോ ഈ ഭാഗത്ത് വെച്ചാണ് നമ്മൾ പലതും ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് നിങ്ങൾക്കാണെങ്കിൽ സോൾഡർ ആണ്, നമ്മൾ മൾട്ടിമീറ്റർ, നമ്മൾ ആർഡിനോ ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഇത് വെച്ചുകൊണ്ട് വലിയൊരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടനെ വരും കേട്ടോ. നമ്മൾ ആർഡിനോ ബോർഡും പ്രോക്സിമിറ്റി സെൻസറും പല സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വെച്ചാലുള്ള സംഭവം എന്താ വെച്ചാൽ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ പണി ഫുള്ളായിട്ടില്ല, എന്തായാലും ഇത് ഫുള്ളാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് വെച്ചുകൊണ്ട് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരു റോബോട്ടിനെ കേട്ടോ. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് ഒരു ഹ്യൂമനോട് റോബോട്ടിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഗായ്സ് നമുക്ക് നമ്മുടെ റോബോട്ടിനെ മുന്നോട്ടൊന്ന് മൂവ് ചെയ്യിപ്പിക്കാം കേട്ടോ. ജസ്റ്റ് മൂവ് ചെയ്യിപ്പി. ഹലോ ഗായ്സ്, എല്ലാവർക്കും യൂടെക്കിൻ്റെ പുതിയ വീട്ടിലോട്ട് സ്വാഗതമുണ്ട്. അപ്പോൾ ഗായ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി വീഡിയോ കേട്ടോ. വെറൈറ്റി എന്താ വെച്ചാൽ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് ഒരു ഹ്യൂമനോട് റോബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ റോബോട്ടിൻ്റെ വർക്ക് ഫുള്ളായിട്ടൊന്നുമില്ല, എന്നാലും പകുതി മുക്കാലും വർക്ക് കംപ്ലീറ്റ് ആയിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാക്കിയെടുത്ത റോബോട്ടാണിത്. അപ്പോൾ ഏകദേശം കുറേ മുന്നേ കിട്ടിയൊരു ഐഡിയ വെച്ചാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ജസ്റ്റ് കാണാനുണ്ടാവും. എന്തായാലും ഫുള്ളായിട്ടില്ല കേട്ടോ, പല വാങ്ങണം ഇനി ഫിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫിറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ വരും കേട്ടോ. ജസ്റ്റ് ആദ്യം തന്നെ പാർട്ട് 1 ആയതുകൊണ്ട് ഇറക്കിയതാണ് ഈ വീഡിയോ. അപ്പോൾ എന്തായാലും അതായത് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ റോബോട്ടിനെ കുറിച്ചുള്ള വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോയാലോ. അപ്പോൾ വീഡിയോക്ക് പോയി മുന്നോട്ട് നമ്മൾ ചാനൽ ആരെല്ലാം ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പോഴത്തേക്ക് കുഞ്ഞ് ബെല്ലേക്ക് വരും. ആ ബെല്ലേക്കിന് ഓൾ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോയാലോ. അപ്പോൾ ഗായ്സ് ഇതായിട്ട് നമ്മളെ റോബോട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ റോബോട്ടിൻ്റെ വർക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയില്ല. ഈ റോബോട്ടിൻ്റെ ബോഡിയും കാര്യങ്ങളും ഫിറ്റ് ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു റോബോട്ടായി മാറുന്നതാണ്. അപ്പോൾ എന്തായാലും ആ രീതിയിൽ നമ്മൾ വിചാരിച്ചില്ല സെറ്റ് ചെയ്യാനും വേണ്ടിയാണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ പറഞ്ഞു കേട്ടോ. ഏത് രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്, പിന്നെ എങ്ങനെയാണ് വയർ കണക്ഷൻ ചെയ്തിട്ടുള്ളത്, പിന്നെ എന്തൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഒക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഓരോ ഭാഗത്തായിട്ട് വീഡിയോ ഒക്കെ ഓരോ ഭാഗത്തായി പ്രത്യേകം കാണിച്ചു തരാം കേട്ടോ. ഇനി ഗായ്സ് ഞാൻ ഓരോന്നായിട്ട് ജസ്റ്റ് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് പറഞ്ഞാൽ ആർഡിനോ ബോർഡ് കേട്ടോ. അപ്പോൾ ആർഡിനോ ബോർഡ് പറഞ്ഞാൽ ആർഡിനോ യൂനോ ബോർഡ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആർഡിനോ യൂനോ ബോർഡിലോട്ട് കോഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോഡും കാര്യങ്ങളൊക്കെ ഇതിലോട്ട് അപ്ലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്ന് പറഞ്ഞാൽ മോട്ടർ ഡ്രൈവർ കേട്ടോ. അപ്പോൾ ഈ മോട്ടർ ഡ്രൈവറിലോട്ട് എല്ലാ മോട്ടറിൻ്റെയും വയറൊക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഭാഗത്ത് രണ്ടെണ്ണം ഈ ഭാഗത്ത് രണ്ടെണ്ണം കേട്ടോ. അപ്പോൾ രണ്ടും വേറെ സെപ്പറേറ്റ് കൊടുത്തേക്കാണ് ഈ മോട്ടർ ഡ്രൈവറിലോട്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്ത് മൊഡ്യൂൾ കേട്ടോ. ഇത് ഏകദേശം ഒരു 300 രൂപയോളം വില വന്നിട്ടുണ്ട്. ഇത് HC05 ബ്ലൂടൂത്ത് മൊഡ്യൂൾ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പണി എന്താ വെച്ചാൽ നമ്മളെ മൊബൈലിൽ നിന്ന് വരുന്ന സിഗ്നലിലെ ഇത് പിടിച്ചെടുത്തതിന് ശേഷം നമ്മളെ മോട്ടർ ഡ്രൈവറിലോട്ടോ ആർഡിനോയിലോട്ടൊക്കെ കൊടുക്കുന്നതാണ് ഇതിൻ്റെ പണി എന്ന് പറഞ്ഞാൽ. പിന്നെ പറഞ്ഞാൽ നമ്മൾ ഈ മോട്ടർ ഡ്രൈവറൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്ട് ഒരു 2 ബാറ്ററി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 18 വോൾട്ടോളം ഉണ്ടാവും. 9 വോൾട്ടിന് 2 ബാറ്ററിയാണ്. അപ്പോൾ 18 വോൾട്ട് ഉണ്ടാവും ഈ ബാറ്ററി എന്ന് പറഞ്ഞാൽ. പിന്നീട് നമ്മൾ മോട്ടറും കാര്യങ്ങൾ കേട്ടോ. അതായത് ഈ ഭാഗത്ത് 2 മോട്ടർ, ഈ ഭാഗത്ത് 2 മോട്ടർ, ഗിയർ മോട്ടറാണ്. അപ്പോൾ ചക്രം കാര്യങ്ങളൊക്കെ ഇതിലോട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ചാർജ് എടുത്തിട്ടുണ്ടോ. ഈ ചാർജർ എന്താ വെച്ചാൽ ചാർജറിൻ്റെ ആവശ്യമില്ല, എന്നാലും ഒരു ചാർജർ എടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആർഡിനോ ബോർഡിലോട്ട് പവർ കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ഒരു റോബോട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ ചാർജറിനൊന്നും ആരും പവർ കൊടുക്കാറില്ല. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ബാറ്ററി ഇല്ലാത്തതുകൊണ്ടാണ് ജസ്റ്റ് ചാർജ് എടുത്തില്ല കേട്ടോ. ജസ്റ്റ് ടെസ്റ്റിങ് ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണ് വർക്കിംഗ് ചെയ്യുന്നതൊക്കെ. ജസ്റ്റ് ഈ ഇതിൻ്റെ പ്ലസ് മൈനസ് നേരെ ആർഡിനോ ബോർഡിൻ്റെ ഇതിനോട്ടായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം അങ്ങനെയാണ് ഇതിന് വർക്കിംഗ് ആണല്ലോ. അപ്പോൾ നമ്മൾ നേരിട്ട് കൊടുക്കുമ്പോൾ ഈ ഇതൊന്നും കൊടുക്കില്ല, എന്തായാലും ബാറ്ററി ചേർന്ന് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ ഇതിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഇത് സിമ്പിളായി വർക്കിംഗ് ആണെന്ന് വെച്ചാൽ നമ്മൾ മൊബൈലിൽ ജസ്റ്റ് ഇതിനൊരു കമാൻഡ് കൊടുത്താൽ മതി കേട്ടോ. അതായത് മുന്നോട്ട് പോകാനുള്ള കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ മുന്നോട്ട് പോകും. ബാക്കോട്ട് പോകാനുള്ള പറഞ്ഞാൽ ബാക്കോട്ട് പോകാനുള്ള കമാൻഡ് കൊടുത്താൽ ബാക്കോട്ട് പോകും കേട്ടോ. പിന്നെ നിൽക്കാനുള്ള കമാൻഡ് കൊടുത്താൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ സെറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അതായത് ജസ്റ്റ് നമ്മൾ മൊബൈലിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാത്രം. ഇനി നമുക്ക് പല രീതിയിൽ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അതായത് നമ്മൾ മൊബൈലിൽ സംസാരിക്കുന്ന രീതിയിലൊക്കെ, മൊബൈലിനല്ല ഓട്ടോമാറ്റിക് സംസാരിക്കുന്ന രീതിയിലൊക്കെ ആക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ അതിന് കുറേ പൈസ ചിലവാകും. എന്തായാലും ആ രീതിയിലൊക്കെ ആക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് ഇത്രയൊക്കെ ഉള്ളതിനെ കുറിച്ച് പറയാനുള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ ജസ്റ്റ് ടെസ്റ്റിങ് കാണിച്ചു തരാം. അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന വർക്കിംഗ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇനി ഗായ്സ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് നമ്മളെല്ലാം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വയറും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് പിന്നെ നമ്മൾ നേരെ ഫ്ലഗ് ഇതിലോട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 12 വോൾട്ടിൻ്റെ ഫ്ലഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ആട്ടോ. ഇനി ജസ്റ്റ് മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. അതായത് ആർഡിനോ ബ്ലൂടൂത്ത് കൺട്രോൾ എന്നൊരു ആപ്ലിക്കേഷൻ നമുക്ക് വേണം കേട്ടോ. അപ്പോൾ ആ ആപ്ലിക്കേഷൻ വെച്ചാണ് നമ്മളിത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ആ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കാം. അപ്പോൾ എല്ലാം കണക്റ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് റോബോട്ടിനെ ഒന്ന് മൂവ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ HC05 എന്നുള്ളത് കേട്ടോ. ജസ്റ്റ് ഇതിൻ്റെ നെയിം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ രീതിയിലോട്ട് വരും. ഇനി നമുക്ക് ജസ്റ്റ് ഇതിലോട്ടായിട്ട് ഓരോ കമാൻഡുകൾ കൊടുക്കാം. ജസ്റ്റ് FF എന്നുള്ള കമാൻഡ് കൊടുത്താൽ ഇത് മുന്നോട്ട് വരും കേട്ടോ. SS എന്ന് പറഞ്ഞാൽ നിൽക്കും ചെയ്യും. BB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കോട്ട് വരും കേട്ടോ. പിന്നെ LL എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് പോകും. R എന്ന് പറഞ്ഞാൽ റൈറ്റ് പോകും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ആ രീതിയിലേക്കാണ് ഇതിൻ്റെ ഇത് പറഞ്ഞാൽ കേട്ടോ. ഈ കാഴ്ച നമുക്ക് നമ്മൾ റോബോട്ടിനെ മുന്നോട്ടൊന്ന് മൂവ് ചെയ്യിപ്പിക്കാം കേട്ടോ. ജസ്റ്റ് മൂവ് ചെയ്യിപ്പിക്കാനും വേണ്ടിയാണ് ജസ്റ്റ് F എന്ന കമാൻഡ് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ ഡണ്ണ് കൊടുക്കുമ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ റോബോട്ട് മുന്നോട്ട് പോകുന്നു കേട്ടോ. ജസ്റ്റ് ഞാൻ F എന്നുള്ള ഡണ്ണ് കൊടുക്കാൻ പോവാണ്.
എഫ് എന്നുള്ള കൊടുത്തതിന് ശേഷം ഞാൻ എസ് എന്നുള്ള കമാൻഡും കൊടുത്തിട്ടു. അപ്പോൾ അടുത്ത സമയത്ത് തന്നെ ഓഫ് ആയും ചെയ്തു, അല്ലെങ്കിൽ അതിന് മുന്നോട്ട് പോയിക്കാണ്ട് ചാടുന്നതാണ്. ജസ്റ്റ് ഈ വയർ ഓവറായിട്ട് ഉണ്ടാകുന്നതുകൊണ്ടാണ് നമുക്ക് നല്ല രീതിയിലാക്കാൻ പറ്റാത്ത കേട്ടോ. ജസ്റ്റ് ഈ രീതിയിൽ വെച്ചതിന് ശേഷം ജസ്റ്റ് കാണിച്ചു തരാം. എല്ലാം പെട്ടെന്നാക്കിയില്ലെങ്കിൽ ജസ്റ്റ് അവിടെ പോയി വീഴുന്ന കേട്ടോ. ജസ്റ്റ് വയർ കൊടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ബാറ്ററി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഫുൾ ഓട്ടോമാറ്റിക് ആണെങ്കിൽ ജസ്റ്റ് ഒരു സ്ഥലത്ത് മാത്രം വെച്ചാൽ മതി കേട്ടോ. ജസ്റ്റ് നമുക്ക് ആക്കി കൊടുക്കാം. നമ്മൾ ജസ്റ്റ് എഫ് കൊടുത്തതിന് ശേഷം എസ് കൊടുക്കാം. ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. എഫ് എന്നുള്ളത് കൊടുത്തു, ജസ്റ്റ് 2 കൊടുക്കുകയാണ്. അതുകൊണ്ട് എഫ് കൊടുത്തതിന് ശേഷം എസ് കൊടുത്തപ്പോൾ ജസ്റ്റ് റോബോട്ട് മുന്നോട്ട് പോയതിന് ശേഷം അവിടെ ബാക്കോട്ട് തന്നെ നിന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ബാക്കോട്ട് കൊണ്ടുവരാം. ജസ്റ്റ് ബി എന്നുള്ള കമാൻഡ് കൊടുക്കാം. ബി എന്നുള്ള കൊടുത്തതിന് ശേഷം എസ് എന്നുള്ള കമാൻഡ് കൊടുത്തിട്ടു. അപ്പോൾ എസ് എന്നുള്ള കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കായി അവിടെ നിന്നും ചെയ്തു. ഇനി ജസ്റ്റ് ലെഫ്റ്റ് തിരിക്കാം കേട്ടോ. ജസ്റ്റ് ആദ്യം മുന്നോട്ട് എടുത്തതിന് ശേഷം ലെഫ്റ്റ് തിരിക്കാം. ആയില്ല, ജസ്റ്റ് ആദ്യം മുന്നോട്ട് എടുക്കാം കേട്ടോ. ജസ്റ്റ് മുന്നോട്ട് എടുക്കാം. ഇനി ജസ്റ്റ് നമ്മൾ ലെഫ്റ്റ് തിരിക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ലെഫ്റ്റ് തിരിക്കുന്ന ജസ്റ്റ് കാണിച്ചു തരാം. ലെഫ്റ്റ് തിരിക്കാണ്. അപ്പോൾ ലെഫ്റ്റ് തിരിഞ്ഞിട്ടാണ് നമ്മൾ റോബോട്ട്. ഇനി ജസ്റ്റ് റൈറ്റ് തിരിക്കാം കേട്ടോ. ജസ്റ്റ് 6 ആണ് ഇതിൻ്റെ കമാൻഡ്. ജസ്റ്റ് 6 കൊടുക്കാം. അപ്പോൾ 6 കൊടുത്തപ്പോൾ റോബോട്ട് നിലത്തോട്ട് കാട്ടിയിട്ടുണ്ട്. എന്തായാലും ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ 12 വോൾട്ടിൻ്റെ ചാർജർ ഇവിടെ കൊടുത്തുകൊണ്ടാണ് നമുക്കിങ്ങനെ ഈ ഭാഗത്ത് തന്നെ വെച്ചുകൊണ്ട് ഒരേ സമയത്ത് ആക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ബാറ്ററി കൊടുത്തു കഴിഞ്ഞാൽ നിലത്തോട്ട് വെച്ചതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ റണ്ണായി ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ജസ്റ്റ് ബാറ്ററി കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് അത്ര ഉള്ള പണി എന്ന് പറഞ്ഞാൽ ഇതിനുള്ള പണി എന്ന് പറഞ്ഞാൽ ബാറ്ററി കൊടുക്കലും പിന്നെ ബോഡി സെറ്റ് ചെയ്യലാണ്. ജസ്റ്റ് അതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയിട്ടിടാം. ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ കൊണ്ടും ചെയ്യാം. എന്തായാലും നമ്മൾ ഈ റോബോട്ടിൻ്റെ ഫുള്ളാക്കിയുള്ള വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും കേട്ടോ. ഏകദേശം ഇപ്പോൾ നമുക്ക് പരീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പരീക്ഷയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ വീഡിയോ ജസ്റ്റ് കാണാൻ വേണ്ടിയാണ് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇത്ര നമ്മൾ പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാതിരിക്കും. ഗുഡ് ബൈ.